ഉമ്മമാരുള്ളവരും മരിച്ചുപോയവരും അവരുടെ ഉമ്മാൻ്റെ മുഖമൊന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ എക്കോണമിയെക്കുറിച്ച് അറിയില്ല. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒരു കാലത്ത് ഇന്ന് ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉമ്മ പൂമുഖവാതിലെ സിറ്റ് ഔട്ടിൽ ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ചാരിക്കിടന്നൊരു തസ്ബീഹ് മാലയും പിടിച്ചിങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് അത്രയൊന്നും സമ്പത്ത് നമ്മുടെ ഉപ്പച്ചിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉപ്പന്നുണ്ടായിരുന്നെങ്കിൽ, സഹോദരിമാരെ, നിങ്ങളുടെ മകളുടെ കല്യാണം ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഉമ്മ പിന്നിൽ നിന്നിങ്ങനെ ശിരസിലേക്ക് ആ കൈയൊന്നും വിറയാറുന്ന കൈ വെച്ചിരുന്നെങ്കിൽ മോഹിച്ചു പോയിട്ടില്ലേ പലപ്പോഴും? ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മാനോട് സംസാരിച്ചിട്ടാണ് വന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ദർസിൽ ഓതാൻ പോയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചാടിപ്പോന്നു. ചാടിയിട്ടല്ല ബസ്സിൽ നിന്നാണ് പോകുന്നത്, പക്ഷെ പറയാതെ പോകുന്ന ആളാണ്. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ബാപ്പ എന്നെ ഭയങ്കരമായി തല്ലി. ഞാൻ ഉമ്മച്ചിയെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ആ കാലത്ത് ഒരു ബാലൻ്റെ മനസ്സിൻ്റെ നൊമ്പരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ദേശമംഗലം അങ്ങാടി വരെ റോട്ടിലൂടെ തല്ലി, സത്യമായും തല്ലി. കിട്ടിയ ബസ്സിൽ എന്നെ കയറ്റി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ മൂന്നാക്കൽ പള്ളിയിൽ കൊണ്ടുവന്നാക്കി. എൻ്റെ വാപ്പ പോകുന്നത് ഞാൻ കണ്ണീരിൻ്റെ സ്ഫടികജാലത്തിലൂടെ നോക്കി. അന്ന് ഞാൻ കരുതി ഉപ്പാക്ക് എന്നോട് ദേഷ്യമാണ്, ഉമ്മാക്ക് എന്നോട് തീരെ ഇഷ്ടമല്ല. കാലം കുറേ കടന്നുപോയി, കുറേ മഞ്ഞും വെയിലും മഴയും വന്നുപോയി. വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ഭൂമിയെ പ്രണയിച്ച് കടന്നുപോയി. പിന്നീട് എൻ്റെ നാട്ടിൽ മുഖ്യപ്രഭാഷകനോ ഉദ്ഘാടകനോ ആയി ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പാവം പിതാവ് സദസ്സിലിരിക്കാറുണ്ട്. ഒരു തവണയല്ല, പല തവണ ഞാൻ കണ്ടു. ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ പോലും കയറി നിൽക്കാത്ത, പ്രാഥമികമായ ഒരു ബോധപഠനവും നടത്തപ്പെടാത്ത കൂലിവേലക്കാരനായ ആ മനുഷ്യനിരുന്ന് കരയുകയാ. മുഷിഞ്ഞ തോർത്തുകൊണ്ട് മുഖം പൊത്തിയിട്ട് കരച്ചിലാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഗത പ്രഭാഷകനും ഉദ്ഘാടകനും തൻ്റെ മകനെ കുറിച്ച് പറയുന്ന നല്ല വാക്ക് കേട്ട് ആ പിതാവ് വിതുമ്പലടക്കാനാവാതെ കരയുന്നത് ഞാൻ കണ്ടു. എന്നേക്കാൾ പ്രായം കൂടിയ ഉപ്പമാരെ, നിങ്ങളുടെ ഉപ്പ ജീവിച്ച ചീക്കിലോട്ട ഭൂതകാലം എന്താ? പച്ചമുളക് ഉപ്പിൽ കൂട്ടി കഞ്ഞിവെള്ളം വാരി കുടിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉരുട്ടി തന്ന ബാപ്പാ ഇപ്പൊ ഖബറിലാണ്. സഹോദരിമാരെ, നിങ്ങൾ ഈ നാട്ടുകാരാകാൻ തരമില്ല. ഏതോ വിദൂര ഗ്രാമത്തിന്റെ പള്ളിക്കാട്ടിലെ ഉണങ്ങി മലർന്ന മൈലാഞ്ചി ചെടിയുടെ താഴെ നിങ്ങളുടെ ഉപ്പ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇനി ഉമ്മയോ? സഹോദരാ, നമ്മുടെ ഭൂതകാലത്തേക്ക് നിങ്ങളൊന്ന് മടങ്ങി നോക്ക്. നിങ്ങൾ ഇന്ന് വലിയ പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ബിസിനസ്സുകാരനാണ്, പണക്കാരനാണ്, മഹല്ല് ഭാരവാഹിയാണ്, നേതാക്കളാണ്, വലിയ ജോലിയുള്ള മകന്റെ ബാപ്പയാ. പക്ഷേ അന്ന് എന്റെയും നിങ്ങളുടെയും ഉമ്മാമാരുടെ ഗർഭാശയത്തിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഞാനും നിങ്ങളും കിടന്ന ഒരു ദിവസമുണ്ട്. കുറെ മാസങ്ങൾ, നിസ്സഹായമായ മാസങ്ങള്. ഉമ്മ ഒരു ഭക്ഷണം കഴിച്ച ട്യൂബിലൂടെ ഞാനും നിങ്ങളും വലിച്ചു കുടിച്ച കാലം. ഉമ്മാക്ക് നമ്മളെ വയറിൽ വെച്ചുറങ്ങാൻ പറ്റാത്ത എത്ര രാവുകളോ കടന്നുപോയത്. സഹോദരാ, കൽബ് പൊട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ണ് നിറയുന്നുണ്ടോ നിങ്ങൾക്ക്? 9-ാം മാസത്തെ നിറവയറിന്റെ അവസ്ഥയില് ഒന്ന് ഉറങ്ങാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടന്ന എൻ്റെ ഉമ്മ അന്ന് നമ്മൾ അടിവയറ്റിൽ കുത്തിയിട്ടുണ്ട്, തല കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മ ഉറക്കമെഴുന്നേറ്റ് അടിവയറ് പിടഞ്ഞ് കരഞ്ഞപ്പോ, പടച്ചോനെ എൻ്റെ കുട്ടിയെ കാക്കണേ അല്ലാ, പടച്ചോനെ എൻ്റെ കുട്ടിയെ കാക്കണേ അല്ലാ എന്നല്ലേ പറഞ്ഞത്. ഈ കുട്ടി മരിച്ചു പോണമെന്ന് പറഞ്ഞിട്ടില്ല. എഴുന്നേറ്റാ ക്ഷീണം, ഇരുന്നാ ക്ഷീണം, ഏത് ഭക്ഷണം കഴിച്ചാലും വൊമിറ്റ് ചെയ്യും, ഛർദിച്ചു കളയും.
സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞുപോയ ഉമ്മയെ ഒന്ന് ഓർക്കുമ്പോ മനസ്സ് നൊമ്പരപ്പെടുന്നില്ലേ? ഞാനിത് പറഞ്ഞപ്പോ ഇന്ന് രാവിലെ കോട്ടക്കൽ ശിറാസ് വുമൻസ് കോളേജില് കൂട്ടക്കരച്ചിലുണ്ടായതിന് സാക്ഷിയാണ് അബൂ താഹിർ. നമുക്ക് കരച്ചിൽ വരൂല, നമ്മൾ വലിയ വലിയ ആളുകളാണ്. എൻ്റെ പേരിന്റെ മുമ്പിലും പിറകിലുമൊക്കെ ബിരുദങ്ങളുടെ അക്ഷരക്കൂമ്പാരങ്ങളുണ്ട്. നിങ്ങളും വലിയ ആളുകളാ, നമുക്കിപ്പ എന്തുമ്മയാ ഉപ്പയാ. പക്ഷെ 20 വയസ്സിന് താഴെയുള്ള ഒരു സമൂഹത്തോട് നിങ്ങളിത് പറഞ്ഞ അവരിത് കരയും. സഹോദരാ, സഹോദരി, അത്രമേൽ ത്യാഗം അനുഭവിച്ച നിലാവുള്ള രാവുകളിൽ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞ എന്നെ ഒക്കത്തിരുത്തി ഉമ്മ എണ്ണ പുരട്ടിയ കൊച്ചുരുളകൾ വായിലേക്ക് വെച്ച് തന്ന് അമ്പിളിമാമന് കാണിച്ചു തരാ എന്ന് പറഞ്ഞ് പാട്ടുപാടിയ ഉമ്മ. ആദ്യമായി നിങ്ങൾ പുറത്തേക്ക് പോയപ്പോ തിരിച്ചു വരുന്നത് വരെ വഴിക്കണ്ണമായി വേപതു പൂണ്ട മനസ്സുമായി പടിവാതിൽക്കൽ നിന്ന ഉമ്മ, നിങ്ങൾ പുതിയ ഇറങ്ങുമ്പോ, സഹോദരിമാരെ, നിങ്ങൾ പുതിവെണ്ണിറങ്ങുമ്പോ ആ കാലത്ത് വീടിന്റെ പിന്നില്, നിങ്ങളുടെ പിന്നില് പേമാരി പോലെ പെയ്ത ഉമ്മയെവിടെ? നെഞ്ചു തിരുമ്പി ഒന്ന് കരയാനാവാതെ പെടച്ചു നിന്ന വാപ്പമാര് കരയാറില്ല. ഉമ്മ കരയും, പക്ഷെ വാപ്പ കരയൂല. ആ മനുഷ്യനൊന്ന് കരയാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായേനെ. കഴിഞ്ഞ വർഷത്തെയോ മുമ്പത്തെ വർഷത്തെയോ ഇവിടുത്തെ പരിപാടിയുടെ പിരിവ് കഴിഞ്ഞ് SYSന്റെ നേതാവായിരുന്ന കോയാ ഹാജി വീട്ടിലെത്തി മരണപ്പെട്ട വാർത്ത നിങ്ങൾ കേട്ടതല്ലേ സഹോദരാ? അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മർഹമത്ത് കൊടുക്കട്ടെ. ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ എത്രയെത്ര ഉപ്പമാരാ ഉമ്മമാരാ വഫാത്തായത്. ഓർക്കുമ്പോഴേ സങ്കടത്തിന്റെ കടൽ പെരുക്കമാണ്, കേൾക്കുമ്പോഴേ കണ്ണീരിന്റെ തുഷാരഹർഷമാണ്. പടച്ചവനെ, നാളെ സ്വർഗത്തിലിരിക്കുമ്പോ ബാപ്പാ എന്നൊന്ന് വിളിച്ചിട്ടൊന്ന് കൈ പിടിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ദുനിയാവിൽ അനുഭവിച്ച വേദനക്കും വിഷമത്തിനും അവഹേളനങ്ങൾക്കും ദാരിദ്ര്യത്തിനും രോഗത്തിനുമൊക്കെ പകരം യാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ ഞങ്ങളുടെ ഉപ്പാവുമ്മാന് സന്തോഷിക്കുന്നത് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ മനസ്സ് നൊമ്പരപ്പെട്ടില്ലേ? നിങ്ങളുടെ പലരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ കാണുന്നില്ലേ? ഞാൻ എന്തിനാ വിഷയത്തിനപ്പുറം ഇത് പറഞ്ഞത് എന്നറിയുമോ? മുത്തുനബിയെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയാനാ. അമ്മയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിഷമുണ്ട്, ഉപ്പയെ കുറിച്ച് പറയുമ്പോൾ വിഷമുണ്ട്, കാണാത്തതിൽ സങ്കടമുണ്ട്. റസൂലുള്ളാഹിനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്കെന്റെ മുത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നോർത്ത് കരഞ്ഞിട്ടുണ്ടോ നമ്മള്?